വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആർസനലിന്റെ ഡിഫൻസ് ഏതാണ്ട് സെറ്റായി എന്നാണ് തോന്നുന്നത്. റിക്കാർഡോ കാലഫിയറിയെ സൈൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ആർട്ടറ്റ പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. 40 മില്യൺ പ്ലസ് 5 മില്യൺ ആഡ് ഓൺസ് കൊടുത്തുകൊണ്ട് പുള്ളിയെ സൈൻ ചെയ്തു എന്നുള്ള വാർത്തയാണ് ഫാബ്രിസിയോ റൊമാനോ ഇപ്പൊ കൺഫേം ചെയ്യുന്നത്. അധികം വൈകാതെ തന്നെ ഒരു ഹെവി ഗോ നമുക്ക് പ്രതീക്ഷിക്കാം. ഗബ്രിയേലിന്റെയും സലീബയുടെയും ആ ഒരു മിക്സിലേക്കാണ് ഇപ്പോൾ കാലഫിയറിയെ ആർട്ടറ്റ ആഡ് ചെയ്യുന്നത്. എന്തായാലും ആ ഒരു ഡിഫൻസ് നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആർട്ടറ്റ ഇപ്രാവശ്യം കപ്പടിക്കാനുള്ള പരിപാടികളൊക്കെ വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ന്യൂസ് നമ്മൾ ആർസനലിൽ കേൾക്കുന്നത് എൻകിറ്റിയ ടീം വിടാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. മാർച്ച് പുള്ളിയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ആർസനൽ ഗ്രീൻ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞു. പ്ലെയർ സൈഡിൽ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എൻകിറ്റിയ ഒരു ഹിറ്റ് ഓർ മിസ് സിറ്റുവേഷൻ ആണ്. പലപ്പോഴും പുള്ളിക്ക് കളിക്കാൻ ആർട്ടറ്റ അവസരം കൊടുത്തിട്ടുണ്ട്. ചില മത്സരങ്ങളിൽ പുള്ളി കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കും, ചില മത്സരങ്ങളിൽ വളരെ ശോകമായിട്ടുള്ള പെർഫോമൻസും നമ്മൾ കാണാറുണ്ട്. പുള്ളിയെ വിറ്റുകൊണ്ട് ആ പൈസ എൻകാഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആർട്ടറ്റ ശ്രമിക്കുന്നത്. കാരണം ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ള എൻകിറ്റിയെ ഒരു ഫുൾ സീസൺ ട്രൈ ചെയ്യാനൊന്നും ആർട്ടറ്റയ്ക്ക് ഇപ്പൊ സമയമില്ല. എന്തായാലും മാർസെ ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത്. സ്പേഴ്സിൽ നിന്നും ഹോയ്ബർഗും മാർസയിലേക്ക് പോയി എന്നുള്ള വാർത്ത ഫാബ്രിസിയോ റൊമാനോ ഇപ്പൊ കൺഫേം ചെയ്യുന്നുണ്ട്. മാർസെ നല്ല രീതിയിൽ തന്നെ ഇപ്പോ മുമ്പോട്ട് പോകുന്നു. അവർ ഗ്രീൻവുഡിനെ സൈൻ ചെയ്തു, എൻകിറ്റിയെ സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നു, ഹോയ്ബർഗിനെ സൈൻ ചെയ്തു. ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള സൈനിങ്സ് ആണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോയ്ബർഗിന്റെ കാര്യം നമുക്കറിയാം, ഡിഫെൻസീവ് ഡേർട്ടി വർക്ക് ചെയ്യാൻ വളരെ കൃത്യമായിട്ട് കഴിയുന്ന ഒരു പ്ലെയർ ആണ്. ചെറിയ വീക്ക്നെസ് ഒക്കെ ഉണ്ട്. നമുക്കറിയാം പുള്ളി അത്ര സ്പീഡുള്ള ഒരു പ്ലെയർ അല്ല. പലപ്പോഴും മിസ് പാസ് ഒക്കെ കൊടുത്ത് ബ്ലണ്ടേഴ്സ് മിഡ്ഫീൽഡിൽ കാണിക്കാറുണ്ട്. ഇത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫെൻസീവ് അവയർനെസ് ഉള്ള നല്ല രീതിയിൽ തന്നെ കൗണ്ടർ ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. ഇപ്പൊ മൊറീജ് ഉള്ള സമയത്ത് സിറ്റിയെ തോൽപ്പിച്ച ആ ഒരു മാച്ചിലൊക്കെ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ വളരെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഗോയിങ് ഫോർവേഡ് നോക്കിയാലും ചിലപ്പോൾ ഗോൾ സ്കോർ ചെയ്യും, നല്ല രീതിയിൽ തന്നെ പാസ് കൊടുക്കാനൊക്കെ കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൈഡിൽ നിന്നാണ്. ഇപ്പൊ ജാവോ കൻസലോയുടെ കാര്യം നമുക്കറിയാം, പുള്ളിക്ക് സിറ്റിയിലേക്ക് വരാൻ താല്പര്യമില്ല. പെപ്പും കാൻസലോ ആയിട്ട് ഒരു നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ള കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ബാഴ്സയില് 1 വർഷം കൂടി ലോൺ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കാൻസലോ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ കോൺട്രാക്റ്റിൽ 1-2 ക്ലോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പുള്ളിയെ പെർമനന്റ് ആയിട്ട് സൈൻ ചെയ്യാനുള്ള 3-4 കണ്ടീഷൻസ് ആണ് ഈ കോൺട്രാക്റ്റിൽ ആഡ് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ മെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഴ്സയ്ക്ക് പുള്ളിയെ പെർമനന്റ് ആയിട്ട് സൈൻ ചെയ്യേണ്ടി വരും. സിറ്റിയും ബാഴ്സയുമായിട്ട് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാഴ്സയുടെ മറ്റൊരു പ്രയോറിറ്റി നമുക്കറിയാം, നിക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശക്തമായിട്ട് അഡ്വാൻസ് സ്റ്റേജിലുള്ള നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാൻസലോക്ക് മറ്റൊരു ടീമിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് എങ്കോളോ കാണ്ടെ ചിലപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അൽ ഇത്തിഹാദിന് 15 മില്യന്റെ ഒരു വെർബൽ ബിഡ് വെസ്റ്റാം കൊടുത്തു എന്നുള്ള വാർത്ത ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത്തിഹാദ് പറയുന്നു പുള്ളിക്ക് ഈ ടീമിൽ ഹാപ്പിയാണ്, പുള്ളിയെ സെല്ല് ചെയ്യാൻ നമുക്ക് താല്പര്യം എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ 25-30 മില്യന്റെ ബിഡൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവര് സെല്ല് ചെയ്യാൻ കൺസിഡർ ചെയ്തേക്കാം. എങ്കോളോ കാണ്ടയുടെ കാര്യം നമുക്കറിയാം, 33 വയസ്സായി. ഇപ്പോഴും ഫ്രഞ്ച് ടീമിലൊക്കെ കളിക്കുമ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് നമ്മൾ കാണാറുണ്ട്. വളരെ കൃത്യമായിട്ട് കൗണ്ടറൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് ഒക്കെ ഈ അടുത്തിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ പുള്ളിയെ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല ടീമുകൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ലിവർപൂളിന്റെ കാര്യത്തിൽ യാതൊരു ഇംപ്രൂവ്മെന്റും ഇല്ല. FSGയുടെയോ സ്ലോട്ടിന്റെയോ മനസ്സിൽ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. എന്തായാലും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.